welcome back to another long video from the Netters and this is Monday morning. Monday blues. ഞാൻ നടന്നു വരുന്ന നടത്തത്തിലുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണെന്നുള്ളത്. ഞായറാഴ്ച ആ മാരേജ് റിസപ്ഷന് പോയി വാരി വലിച്ച് തിന്നിട്ട് നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ അലാം അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ സങ്കടമില്ല. എണീറ്റേ പറ്റൂ. കുക്കോന് ഇന്ന് SS ആണ് എക്സാം. ഈ വെനസ്ഡേ വരെ എക്സാം ഉണ്ട്. വെനസ്ഡേ ആണ് ഓണം സെലിബ്രേഷൻ. ഓണം ലുക്കും ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാനായിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്തുമാതിരി കബാലി കിടയാത്. എനിക്കതിനൊന്നും എനിക്കങ്ങനൊന്നും തോന്നത്തില്ല കേട്ടോ. എനിക്കിങ്ങനെ അതിന് വേണ്ടി ടൈം എടുത്ത് റെഡിയായി ആരെങ്കിലും വിളിച്ച് ഒരു ഷൂട്ട് നടത്തുന്ന ഇതൊന്നും എനിക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എൻ്റെ ഒരു ചിലപ്പോൾ എൻ്റെ ഷെഡ്യൂൾ വെച്ചിട്ടായിരിക്കും എന്തോ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ആലനോട് ഇതിങ്ങനെ ചെന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ തന്നെ പറയാം, മറുപടി ഇങ്ങനെയായിരിക്കും, പോയെ ഇങ്ങനെയായിരിക്കും പറയാൻ പോണത്. ഇൻസ്റ്റഗ്രാമിലും FBയിലും ഒക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഓരോ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇടുന്നത്, അതിൽ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്തുനിന്നുള്ള സ്ക്രീൻഷോട്ട്സാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നല്ലാതെ ആലന് ഫ്രെയിംസ് ആണ് ഇഷ്ടം. പെർഫെക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ഫ്രെയിം കണ്ടാൽ എന്നോടോ പിള്ളേരോടോ പറയും, അവിടെ പോയി നിൽക്ക്, നമുക്കൊരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ഫ്രെയിം വേണം. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനോ ആലനോ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ചെയ്യായികയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും തൽക്കാലം നടക്കത്തില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പെരുന്നാൾ, പിരിവ്, അപ്പം അങ്ങനത്തെ മാറ്റി വെക്കാനായിട്ട് 1 മണിക്കൂർ പോലും എനിക്ക് ഡെയിലി കിട്ടാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. പിന്നെ ഈ ലോങ് വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പിരിവിന് നടന്നുകൊണ്ടിരുന്നപ്പോൾ ശാന്താൻ്റെ എൻ്റെ നിന്ന് ഫോൺ മേടിച്ച് വെച്ചു. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് നടക്കും റോട്ടിൽ കൂടെ. എവിടെയെങ്കിലുമൊക്കെ പോയി ചെന്ന് തട്ടയും മുട്ടയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു 2-3 ദിവസം പിരിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൂട്ടിയതാണ് ഈ ഒരു ലോങ് വീഡിയോ. നിങ്ങളിലൊരു 1-2 പേര് ലോങ് വീഡിയോ ഇടുന്നില്ലേ ചേച്ചി, ലോങ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവത്തില്ല. എനിക്ക് വീഡിയോ എടുത്ത് എങ്ങനെയും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള വെപ്രാളമാണ്. പിന്നെ 661 വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ കൊണ്ട് തന്നെ എനിക്കൊരു 25K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഇഗ്നോർ ചെയ്യാനും പറ്റത്തില്ല. സോ എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. ലോങ് വീഡിയോ ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും ഷോർട്സ് ഉണ്ടാവും. പറ്റുമ്പോഴൊക്കെ ലോങ് വീഡിയോയും ചെയ്യാം. അപ്പോൾ ഇതേ എൻ്റെ പരാതിയുടെയും പരിഭവങ്ങളുടെയൊക്കെ ഇടയിൽ കുക്കറിൽ അരി വെച്ചു, പിള്ളേർക്കുള്ള പാല് വെച്ചു, പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചതേ പീസസ് ആയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇന്നും പാല് കാച്ചി, അൽഫാം മറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന വലിയ പീസസ് ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അതങ്ങെടുത്ത് പൊരിക്കാമെന്ന് കരുതി. അൽഫാമിൻ്റെ പ്ലാൻ മാറ്റാനായിട്ട് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അവൻ്റെ സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ ബട്ടണും വർക്ക് ചെയ്യും, സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. എനിക്കത് പറഞ്ഞപ്പോഴേ CID മൂസയിൽ തോക്ക് തരാം പക്ഷേ വെടിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വന്നത്. വേറൊരു പ്രശ്നവും ഇല്ല, സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തായാലും. അങ്ങനെ ഞാൻ ആ പ്ലാൻ മാറ്റിയിട്ടാണ് ഇന്നങ്ങ് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിക്കും ഒക്കെ ആയിട്ട് വെച്ച വെള്ളം റെഡിയായി. ആലൻ ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്. മൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. അപ്പോൾ രാവിലെ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കറിയും ഉണ്ടാക്കണം. എല്ലാ പ്രാവശ്യത്തെയും പോലെ എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ കല്യാണത്തിന് പോയി മട തിന്നിട്ട് വന്ന് മല കിടന്നുറങ്ങി. അപ്പോൾ ചിക്കൻ ഇവിടെ നിന്ന് വേവട്ടെ, കാപ്പി കുടിക്കാൻ പോവാം. ഞാൻ ആകെ ഇഷ്ടത്തോടെ കൊള്ളുന്ന വെയിൽ ഈ ഒരു വെയിലാണ് കേട്ടോ. പക്ഷെ ലില്ലിയംച്ചിയൊക്കെ പറയുന്നത് പോകുന്ന വെയിൽ കൊണ്ടാൽ പൊന്നിൻ്റെ നിറം വരുമെന്നാണ്. ഞാൻ പോകുന്ന വെയിൽ അങ്ങനെ നിന്ന് കൊള്ളാറില്ല. ഞാൻ മിക്കവാറും ഉറക്കമായിരിക്കും. വരുന്ന വെയിൽ ഇങ്ങനെ ഇത്തിരി കൊള്ളാറുണ്ട്. ഒരു സുഖമാണ്. നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ രാവിലെ ഇങ്ങനെ വന്നിരുന്ന് ഇത്തിരി വെയിൽ കൊള്ളാനായിട്ട്. 10 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ടെറസിലോട്ടൊന്നും കാല് കുത്താൻ പറ്റത്തില്ല. പപ്പടം പൊരിയുന്ന കണക്കത്തെ സൗണ്ട് കേൾക്കും കാലിൻ്റെ അടിയിൽ നിന്ന്. അത്രയ്ക്ക് ചൂടായിരിക്കും. സൂര്യനങ്ങ് ഉച്ചിയിലായിരിക്കും.
നിങ്ങൾ കേൾക്കുന്നത് വിത്ത് മ്യൂസിക് ആണെങ്കിൽ ഞാനിത് കേൾക്കുന്നത് ഇങ്ങനെയാണ്. ഇതും നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. എങ്ങനെയുണ്ട്? ഇത്രയും മനോഹരമായി ഈ ഫ്രെയിംസിനെയൊക്കെ നശിപ്പിക്കുന്നത് ഈ കാണുന്ന വയറും കമ്പികളും ഒക്കെയാണ്. പുറത്ത് ഏതെങ്കിലും കൺട്രി ഒക്കെ കാണുമ്പോഴത്തേക്ക്, സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ കാണുമ്പോൾ നമുക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് അവിടെ ഇമാതിരി പരിപാടികളെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നത് കൊണ്ടാണ്. ഇവിടെയും ഈ കണക്ഷൻസ് എല്ലാം അണ്ടർഗ്രൗണ്ട് മറ്റോ ആയിക്കഴിഞ്ഞാൽ എന്തിനേറെ പറയുന്നു, എൻ്റെ ഈ ഫ്രെയിംസ് തന്നെ നിങ്ങൾ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. പക്ഷേ അതൊന്നും ഈ അടുത്ത കാലത്ത് എങ്ങനെ നടക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് കുക്കു സാറിനെ വിളിച്ചുണർത്താം. എക്സാം ആയതുകൊണ്ട് മാത്രം വിളിച്ച അപ്പം തന്നെ എണീറ്റിങ് വന്നോളും. ദേവസംഗീതം നീയല്ലേ, ഉറക്കം തെളിയാതെ വരുന്ന വരവ് കണ്ടോ, ഗുരുവിലെ മധുപാലിനെ പോലെ. അങ്ങനെ വിളിച്ച് അവനെ ബ്രഷ് ചെയ്യാനും മുഖം കഴുകാനും ഒക്കെ ആയിട്ട് നിർത്തിയിട്ട് ഞാൻ വന്നതേ ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ച് വെക്കി ഇടുക. ചിക്കൻ അങ്ങനെ ഇരുന്ന് കരിഞ്ഞു പോവാതിരിക്കാനാണ് ഞാൻ ആ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കുറച്ച് നേരം ആ ചിക്കൻ്റെ ജ്യൂസസ് ഒക്കെ തന്നെ ഇറങ്ങി കരിയാതിരിക്കും. ഇനി നമുക്ക് പിള്ളേർക്കുള്ള പാലൊക്കെ ഒന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കണം. ചപ്പാത്തിയും പരിപ്പ് കറിയും ആക്കാനാണ് എൻ്റെ പ്ലാൻ. ഇനി നമുക്ക് നമ്മുടെ പുതിയ അതിഥികളെ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പുതിയ സിലിക്കോൺ മാറ്റ്സ് ആണിത്. ചൂടോടെ പാത്രങ്ങൾ എടുത്ത് വെക്കാനായിട്ട്. ഈ കളറ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങ് ഓർഡർ ചെയ്തത്. നല്ല ഭംഗിയില്ലേ. ഞാൻ കൊയറിൻ്റെത് മേടിക്കാമെന്നൊക്കെ ആയിരുന്നു മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ കളർഫുള്ളൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അങ്ങനെ ഒരു കൊതിക്ക് അങ്ങ് മേടിച്ചതാണ്. നമ്മുടെ കുക്കർ സെറ്റിലെ ഏറ്റവും ചെറിയ കുക്കറാണ് ഞാനിപ്പോൾ പരിപ്പ് കറി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ പകുതി മതി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിന്നെങ്കിലും പിന്നീടാണ് എൻ്റെ മൈൻഡിൽ പരിപ്പ് കറി തന്നെ ഉച്ചയ്ക്കും എടുക്കാമല്ലോ, ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്താൽ മതി. ഞാൻ വിചാരിച്ചിരുന്നത് അമ്മ വരുമ്പോൾ രസം ഉണ്ടാക്കി വെക്കാൻ പറയാമെന്നൊക്കെയാണ്. ഉച്ചയ്ക്ക് രസവും ചിക്കൻ ഫ്രൈയും അതൊരു ഞങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, അപ്പം അമ്മയ്ക്ക് പണി കുറഞ്ഞിരിക്കും, ഇതിപ്പോൾ എന്തായാലും പരിപ്പ് കറി വെക്കണം. കുറച്ചധികം പരിപ്പ് കിടന്നെന്നും പറഞ്ഞ് കുക്കറിന് പരിഭവമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്ന പരിപ്പ് മൊത്തവും ഇട്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 പാൽമുളക് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. ആ മുളകിനൊരു പ്രത്യേക മണം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പരിപ്പ് കറിക്കകത്ത് കിട്ടും. എന്നിട്ട് ഞാൻ ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി നമ്മുടെ ജോൺ ഖോനയുടെ പെട്ടിയിൽ ഉരിച്ചത് കുറച്ചധികം ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് 2ആയിട്ട് നുറുക്കി അങ്ങിടാന്ന് കരുതി. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി ചെറിയുള്ളി, തക്കാളി, 2 പച്ചമുളക്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചാൽ മതി, പരിപ്പ് കറി റെഡിയാവും. പിന്നെ താളിക്കണം. പക്ഷെ അതിന് ഞാൻ മുൻപ് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. ഞാൻ ആ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണയിൽ തന്നെ ഇത്തിരി കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചൂടാക്കി പൊട്ടിച്ചിട്ട് അത് ഇതിന് മീതേക്ക് ഒഴിക്കും. ആ ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയ എണ്ണയാണല്ലോ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. എനിക്കിഷ്ടം അങ്ങനെ ചെയ്യുന്നത്. പണ്ടേ നമുക്ക് ഈ SS എന്നുള്ള സബ്ജക്റ്റിൽ ഒരുപാട് എഴുതാൻ കാണുമല്ലോ, സോഷ്യൽ സയൻസ്, പിന്നത്തെ ഹിസ്റ്ററി. അതാണ് കുക്കു ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ അവന് റിവിഷനായിട്ട് നോട്ട്ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ ഞങ്ങൾ പഠിക്കുന്ന നോട്ട്ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ രാവിലെ ഇങ്ങനെ വന്നിരുന്ന് അവനത് ഓപ്പൺ ചെയ്ത് എഴുതിക്കോളും. രാവിലെ എനിക്ക് പിന്നെ അതിനായിട്ട് സമയം കളയണ്ട. ഇതിൻ്റെ അകത്ത് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു 5 ടൈംസ് എഴുതി പഠിക്കാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് റെഡി ആകുമ്പോഴും സ്കൂളിൽ എത്തുന്നത് വരെ തെറ്റിയ സ്പെല്ലിങ്സൊക്കെ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ അവനത് ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഞാൻ അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ അടച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ എണ്ണ വേണ്ടതാണല്ലോ, അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. വെജിറ്റബിളിനായിട്ട് ഞാനിപ്പോൾ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് ബ്രൊക്കോളി ഇരിപ്പുണ്ടായിരുന്നു. അത് ഈ മെഴുക്ക് പുരട്ടുന്നതും തോരൻ വെക്കുന്നതിനൊക്കെ കാലം നല്ലത്. ടേസ്റ്റ് എനിക്ക് കൂടുതലിഷ്ടം ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സോട്ട് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസാണ് ഞാൻ ഇന്നിപ്പോൾ ചൂസ് ചെയ്തെടുത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ ബ്രൊക്കോളി. അത് ഇന്നത്തോടെ തീരും. അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന് കരുതി. ഇനി ഇരുന്നാൽ ഉണങ്ങി തുടങ്ങും. ഒരു ക്യാരറ്റ് എടുത്തു, അത് നല്ല ചെറുതായിട്ട് നീളത്തിൽ നുറുക്കിയെടുത്തു. പിന്നെ ആ ബ്രോക്കലിയും, പിന്നെ കുറച്ച് ബീൻസ് നല്ലതാണ് ഇതിൻ്റെ കൂടെ ബീൻസാണ് നല്ല കോമ്പിനേഷൻ. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അച്ചിങ്ങയാണ് കേട്ടോ, ബീൻസ് ഇല്ല. ഞാൻ ബീൻസ് മേടിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് അച്ചിങ്ങയാണ് കൂടുതലിഷ്ടം. പിന്നെ 2 പാൽമുളകും കൂടെ അരിഞ്ഞങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടായി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബട്ടർ ഇടാം. ബട്ടർ മാത്രം ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഒലിവ് ഓയിൽ ഇങ്ങനെ ഇരുന്ന് പോകും. ആൻഡ് ദാറ്റ് ഗോസ് വെൽ വിത്ത് ബട്ടർ. പിന്നെ ഈ വെളിച്ചെണ്ണയുടെ വിലയും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് ഒലിവ് ഓയിലും സൺഫ്ലവറും ഒക്കെ വെച്ച് മാക്സിമം ഓട്ടിക്കാൻ പറ്റുന്നത്ര ഓട്ടിക്കാം. ബട്ടർ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നല്ലോ, ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടതെന്ന്. ഫ്രിഡ്ജിൽ വെക്കേണ്ട, പക്ഷേ 1 വീക്കിനുള്ളിൽ അല്ലെങ്കിൽ 1.5 വീക്കിനുള്ളിൽ അതങ്ങ് യൂസ് ചെയ്ത് തീർക്കണം.
അങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല. ഇത് എയർ ടൈറ്റ് ആവുന്നത് കൊണ്ടും അകത്തെ ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്കിത് ഒരു 1 വീക്ക് 1.5 വീക്ക് ഷെൽഫ് ലൈഫ് കിട്ടുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല എങ്കിൽ അങ്ങനെ അങ്ങ് റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. ഈ ബട്ടർ ബോക്സ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ആൻഡ് ഒലിവ് ഓയിലിൻ്റെ മിക്സ്ചർ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ പൊടികളായിട്ട് വേറൊന്നും ചേർക്കേണ്ട. ഇത്തിരി ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ. ആ നൈഫിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന ബട്ടർ ഞാൻ ഈ ഒരു സ്പാറ്റുള്ള വെച്ച് അങ്ങോട്ടങ്ങ് ഇടുന്നതാണ്. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ക്രഷ്ഡ് പെപ്പർ. പൊടി ഇടുന്നതിനേക്കാളും നല്ലത് ക്രഷ്ഡ് പെപ്പറാണ്. ഞാൻ ഇപ്പോൾ പൊടി മേടിക്കാറേ ഇല്ല. ആക്ച്വലി ബഡ്ജറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കുരുമുളക് വാങ്ങിച്ച് നമ്മൾ മിക്സിയിലങ്ങ് അടിച്ചെടുക്കുന്നതാണ് ലാഭം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട്, എനിക്ക് എൻ്റെ നോൺ സ്റ്റിക്ക് കടായിയെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ക്യാരറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരു സാലഡ് പരുവത്തിൽ ഇരിക്കാനായിട്ടാണ്. അപ്പോൾ ഇത് അത്രയും അങ്ങോട്ട് കുക്കാവണ്ട. ഇനി നമുക്ക് സൈഡിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചെയ്ത് തുടങ്ങാം. എൻ്റെ ഹെയർ കളർ ഇഷ്ടമായി എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് ആക്ച്വലി 2 കളറാണ്. ഒന്ന് കാരമൽ ബ്രൗണും പിന്നെ ഒന്ന് എന്തോ ഒരു റെഡും. ഞാൻ ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനൊരു ട്രയൽ ആൻഡ് റൺ നടത്തി നോക്കിയതാണ്. ആ റെഡ് കളറാണ് മേടിച്ചത്. എന്തോ ഒരു കാൻബെറി റെഡോ ആയി, ഞാൻ പേര് മറന്നുപോയി കേട്ടോ. ഐ ഡോണ്ട് റിമെമ്പർ. അതിട്ടപ്പോൾ എനിക്ക് കുറച്ച് ചുവന്നത് പോലെ തോന്നി. അപ്പോൾ ആ ചുവപ്പൊന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ കാരമൽ ബ്രൗൺ ആണ് പിന്നീട് യൂസ് ചെയ്തത്. ഗാർണിയറിൻ്റെ പാക്കറ്റായിരുന്നു ഞാൻ മേടിച്ചത് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു ഇംപ്രവൈസേഷൻ ചെയ്തത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ലോങ് വീഡിയോയിലെ എക്സ്ട്രാ നമ്മൾ എയർപോർട്ടിൽ വിടാൻ പോകുന്ന ലോങ് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെയർ കളർ കുറച്ചുകൂടി റെഡാണ്. ബർത്ത്ഡേ വ്ളോഗിലേതുപോലെ തന്നെ. പക്ഷേ ഇപ്പോൾ ആ റെഡ്നെസ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പോൾ. ഹെയർ കളർ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ 2 ഷെയ്ഡ് പറഞ്ഞാലും എൻ്റെ തലയിൽ ഇപ്പോൾ ഉള്ള ഈ മിക്സഡ് കളർ വരത്തില്ല. അതെങ്ങനെ അടുപ്പിച്ച് ഉപയോഗിക്കാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഐ വോണ്ടഡ് ടു മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. എനിക്ക് ആ റെഡ് ഒന്ന് കുറയണമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കുക്കുവിനായിട്ട് ചപ്പാത്തിയിൽ നെയ്യും ഷുഗറും തേച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത്. പിന്നെ ആലനായിട്ട് ഒരു 3 ചപ്പാത്തിയും കൂടെ ചെയ്തു വെച്ചു. ഞാൻ ഇന്ന് മൺഡേ ആണെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ കുറച്ച് ഓട്സ് കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർനൈറ്റ് ഓട്സ് വെച്ചിട്ട് രാവിലെ സ്മൂത്തി ആയിട്ട് എടുക്കാമെന്നും കരുതിയിട്ട് കുക്കുവിന് ഓട്സ് കാച്ചി കൊടുക്കാമെന്നും വിചാരിച്ചു. പക്ഷേ രാവിലെ എണീറ്റപ്പോഴാണ് ഇന്ന് മൺഡേ ആണ്, ആലൻ ഉണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഓർത്തത്. പിന്നെ ഈ പരിപ്പ് കറി, ചിക്കൻ ഇതെല്ലാം രാവിലെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് എൻ്റെ തലയിൽ. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ എൻ്റെ ആ സ്മൂത്തി തന്നെയാണ് എടുക്കുന്നത്. ആലന് മാത്രമായിട്ട് ചപ്പാത്തി പരിപ്പ് കറിയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിലു പിന്നെ ചപ്പാത്തി ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കത്തില്ല. അവന് എന്തൊക്കെ പറഞ്ഞാലും ലില്ലിയംച്ചി ഒരു അപ്പോ 2 ദോശയോ എന്തെങ്കിലും അവിടെ മാറ്റി വെച്ചേക്കും. അമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ പോയി വാരി കൊടുക്കും. പരിപ്പ് വെന്തപ്പോഴത്തേക്ക് കുറച്ച് കുറുകിപ്പോയി. ഞാൻ ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെ ഒന്നും കൂടി ചൂടാക്കി അതിൽ കുറച്ച് കടുകിട്ട് വെളുത്തുള്ളിയിട്ട് കറിവേപ്പിലയിട്ട് അതെല്ലാം കൂടെ തട്ടി ഈ പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്തു. പൊടികൾ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെജിറ്റബിൾസും റെഡിയായി. അത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ പാത്രങ്ങളൊക്കെ അവിടെ ഇരുന്നാലേ, ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇവിടെയുള്ളൊരു വ്യക്തി ചിലപ്പോൾ സ്റ്റീൽ സ്പൂണൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ നോക്കും. അപ്പോൾ ചിലപ്പോൾ സ്ക്രാച്ച് വീഴും. ധൃതിയിൽ അതൊന്നും നോക്കാനായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു കരണ്ടി എടുക്കുക, കറി എടുക്കുക, അത്രയല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്താണെങ്കിൽ അങ്ങനെയൊന്നും നടക്കത്തില്ലല്ലോ. ഈ കിച്ചണിലെ പ്രോഡക്റ്റ്സ് കണ്ടിട്ട് നിങ്ങൾ മേടിച്ചിട്ട് എന്തെങ്കിലും അഥവാ ഫെയിലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും, അത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ലെനി മിസ് എൻ്റെ ഫിംഗേഴ്സിനെ ഒരു പ്രത്യേക പേര് വിളിക്കുമായിരുന്നു, നിമ്പിൾ ഫിംഗേഴ്സ് എന്ന്. അതിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസൈസ് ഹാൻഡ്സ് ഓഫ് ഫിംഗേഴ്സ്. അത് നമ്മൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ കൈയും വിരലും ഒക്കെ സ്മൂത്ത് ആൻഡ് സ്വിഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത്, പക്ഷേ എന്നാലും ഞാൻ എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ കുറച്ച് പ്രിസൈസ് ആയിട്ടായിരിക്കും. വേറെ ആരെങ്കിലും കിച്ചണിൽ നിൽക്കുമ്പോൾ ഈ ഷെൽഫിൽ നിന്ന് പാത്രങ്ങളോ കുപ്പികളോ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ വരും. അവർ താഴെ ഇരിക്കുന്ന പാത്രം വലിക്കുമ്പോൾ ഞാൻ മേളിലിരിക്കുന്ന പാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ അതിൻ്റെ പിന്നിൽ വേറെ ഒരു എക്കോണമിക്കൽ റീസൺ കൂടിയുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാകുമ്പോൾ ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കുമല്ലോ. ഞാനിപ്പോൾ കുക്കുവിന് സ്നാക്സിന് കൊണ്ടുപോകാനായിട്ടുള്ള മാങ്ങയും ഒരു ചുവന്ന പഴം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് തന്നെ ആ മാംഗോ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. വലിയൊരു മാങ്ങയായിരുന്നു. 2-3 പീസ് ഞാൻ കഴിച്ചു. പല്ലൊക്കെ ഇങ്ങനെ മരവിച്ചു പോയി. ഫ്രിഡ്ജിലിരുന്നതല്ലായിരുന്നോ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവന് സ്നാക്സ് ടൈം ആകുമ്പോൾ, എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ട് കറക്റ്റ് പരുവത്തിലിരിക്കും. ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാനായിട്ട് ഞാനൊരു ടൂത്ത് പിക്കും കൂടെ വെച്ചിട്ടുണ്ട്. അവന് 2-3 ഡേറ്റ്സും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എൻ്റെ സ്മൂത്തി ഉണ്ടാക്കാം.
ആ ഒരു പഴുത്ത മാങ്ങ ഇല്ല, അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പീസസ് ഓവർനൈറ്റ് ഓട്സ്. പിന്നെ ഞാൻ ഷുഗർ ഇടുന്നില്ല, പകരം ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഈ എന്താ പറയുക സ്ക്വിഷി ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഈ അലിഞ്ഞ പരുവത്തിൽ കിട്ടുന്ന സംഭവമില്ലേ അത്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഡ്രൈ ഡേറ്റ്സ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ കുരു കളഞ്ഞിട്ട് ഡേറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്, ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇതും എനിക്ക് മാമി കൊണ്ടുവന്ന ഒരു മിൽക്ക് പൗഡറാണ്. നമ്മുടെ കയ്യിൽ അമൂല്യേൻ്റെത് കുപ്പിയിലൊരു ഇത്തിരി കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് തീർന്നിട്ട് ഞാൻ ഇത് ആ ബോട്ടിലേക്ക് ഇടാമെന്ന് കരുതിയിട്ട് അതിലോട്ട് ഇടാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ചായ ഇടാൻ കൊള്ളില്ല, നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അതിൽ ചായ ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചായ പോലെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയും അതിൽ ചായ. ഇൻഫാക്ട് നമ്മുടെ അമൂല്യയിൽ ഇടുന്ന ചായനേക്കാളും ടേസ്റ്റ് ഉണ്ട് ആ ചായക്ക്. അപ്പോൾ ഇതേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. കുറച്ച് കട്ടിയായി പോയെന്ന് തോന്നുന്നു, സാരമില്ല. അശോകന് ഇന്ന് ഒത്തിരി ക്ഷീണം കാണും, അപ്പോൾ ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്നിട്ട് ദേ വന്ന് സൺസ്ക്രീനൊക്കെ ഇട്ട് റെഡിയായി. കുക്കു പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങ് പോയി റെഡി ആയിക്കോളും കേട്ടോ. ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇട്ട് ടെൻഷൻ അടുപ്പിക്കുന്നത് അപ്പനും മക്കൾക്കും ഒക്കെ ശീലമാണ്. റെഡിയായി അവിടെ സിറ്റോട്ടിൽ പോയിരിക്കും. എന്നിട്ടോ ബാഗോ ബുക്കോ കിറ്റോ എന്തെങ്കിലും എടുക്കാതായിരിക്കും പോകുന്നത്. ഞാൻ ഓടിപ്പടച്ച് വന്നപ്പോൾ ഇവിടെ രണ്ടുപേര് സ്നാപ്ചാറ്റിൽ, എൻ്റെ ഫോണിൽ സ്നാപ്ചാറ്റ് ഫിൽറ്റർ ഇട്ട് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഓരോന്ന് എടുത്തിട്ട് അമ്മയുടെ ഫേസ് അതിൻ്റെ അകത്ത് വെക്കും കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം അവനിനി എറിഞ്ഞോടിക്കുന്ന രീതിയിലായി അമ്മ ഓരോന്ന് കാണിച്ചിട്ട് തൊപ്പിയും കണ്ണാടിയും മീശയും ഒക്കെ ആയിട്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതേ സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. നിലു എണീറ്റിട്ടില്ല, മേളിൽ കിടന്ന് നല്ല ഉറക്കമാണ്. ഞങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ പില്ലോസൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് ഒരു ബെഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും കൊച്ചു വീണ് പോകുമെന്നൊക്കെയാണ് ആ കൈവച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ താഴത്തെ ബെഡിലാണ് കിടക്കുന്നത്. അതിന്ന് തറയിലോട്ടൊരു ഇത്തിരി അകലവേ ഉള്ളൂ. പക്ഷെ അമ്മ ഇങ്ങനെയാണ്. അങ്ങനെ എൻ്റെ വണ്ടി പതിവ് പോലെ വീണ്ടും സ്റ്റാർട്ടായില്ല. പക്ഷേ നമ്മളിപ്പോൾ കിക്കറടിക്കുന്ന കാര്യത്തിൽ പുലിയാണല്ലോ. അങ്ങനെ വണ്ടി കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. എക്സാം ടൈം ആയതുകൊണ്ട് അസംബ്ലി പുറത്ത് നടത്തത്തില്ല, ക്ലാസ്സിൽ തന്നെയാണ് പ്രെയർ കഴിയുന്നത് വരെ കാത്തിരുന്നിട്ട് ഒരു 9:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും 3rd-നും 4th-നും മാത്രം ആൻസർ ഷീറ്റ്സിലാണ് അവർ എഴുതുന്നത്. LKG UKG 1 and 2 ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ 4 ലൈനും ഡബിൾ ലൈനും സിംഗിൾ ലൈനും എഴുതാനുള്ള സ്പേസൊക്കെ അതനുസരിച്ച് ഞാൻ അവിടെ ചേർക്കാറുണ്ട്. 4 ലൈനിൽ എഴുതുന്ന കുട്ടികൾ പരീക്ഷയും 4 ലൈനിൽ എഴുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ABCD എഴുതാൻ അവരെ 4 ലൈനിൽ പഠിപ്പിച്ചിട്ട് സിംഗിൾ ലൈനുള്ള ക്വസ്റ്റ്യനിൽ ABCD എഴുതാൻ പറയുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളൊരു അസസ്മെൻ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ KG കുട്ടികൾക്ക് ഞാൻ 4 ലൈൻ ഷേപ്സ് ഒന്ന് ലൈൻ എടുത്ത് അറേഞ്ച് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെക്കും. 3rd-നും 4th-നും ഒക്കെ ക്വസ്റ്റ്യനും പേപ്പറും ഒക്കെ കൊടുത്തു. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാം. ഇന്ന് ജെനിഫർ മിസ്, നമ്മുടെ ജെനിഫർ ചേച്ചി പവിഴൻ്റെ വൈഫ്, ഫ്രീ ആണ്, എക്സാം ഡ്യൂട്ടി ഇല്ല. പക്ഷേ ഇതുപോലെ LKG-ന്നും UKG-ന്നും കുട്ടികൾ വരും. അവരെ ഞങ്ങൾ ഇങ്ങനെ എഴുതിച്ച് വിടും അങ്ങോട്ട്. അവൻ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ അത് എഴുതിയില്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞത് തന്നെ അത് എഴുതിക്കോ എന്നാണ് ആ പറയുന്നത്. അപ്പോൾ നമുക്കിനി തിരുവാതിര പ്രാക്ടീസാണ് അടുത്തതായിട്ട് വരുന്നത്. ഒരാളിന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന സ്റ്റെപ്സിൽ ഞാൻ ആ സ്പേസ് അങ്ങ് ഫില്ല് ചെയ്യുവാണ്. കൊറിയോഗ്രാഫി ഒന്നും നോക്കിയിട്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത്, ഇത് കോൺടെമ്പററി തിരുവാതിരയാണ്. ഇത് വള്ളംകളി, വള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ പ്രോഗ്രാമിനെ എടുക്കത്തുള്ളൂ. ഇത് തിരിച്ച് സ്കൂളിൽ നിന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ലില്ലിയമ്മച്ചി അവന് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വള്ളമൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സ്കൂളിലെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഡാഡ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഒരു വള്ളമുണ്ട് അവിടെ. ഞാനും ജെനിഫർ മിസ്സും കൂടെ ഗോൾഡൻ പേപ്പറൊക്കെ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു ചുണ്ടൻ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ മെനു രാവിലെ പറഞ്ഞതുപോലെ തന്നെയാണ്. ചോറ്, പരിപ്പ് കറി, സോട്ടഡ് വെജിറ്റബിൾസ്, പിന്നെ ചിക്കൻ ഫ്രൈയും. നമ്മുടെ ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് നിലുവിന് കറക്റ്റായിട്ട് അറിയാം. അവിടെ ഇരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുക്കു ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. സിറ്റൗട്ടിലോട്ട് കയറിയപ്പോൾ തന്നെയാണ് ഞാൻ കണ്ടതും വീഡിയോ എടുക്കുന്നതും. അവൻ ഗേറ്റ് അടച്ച സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ചോറ് മതിയാക്കി ഇവിടെ വരണമെന്നും പറഞ്ഞ് അവിടെ ചാട്ടം തുടങ്ങി. പിന്നെ ലിവുക്കുട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ദേ ഇവിടെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുക, നീ വന്നോ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവൻ വന്നു. ഇപ്പോൾ പേരിന് കുക്കുവിന് ഞാനത് കൊടുക്കുന്നത് കൊണ്ടൊരു 2 പിടി ചോറ് തിന്നുന്നതാണ്, അത്രേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. മൊത്തം ഒന്നും കഴിക്കത്തില്ല, അവിടെ നിന്ന് ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ. ഒരു 2 പിടി ഞാൻ പറയുന്നതിന് വേണ്ടി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുങ്ങളെ ഒന്ന് ഉറക്കി ഞാനും ഉറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് ആലൻ എത്തി. ഇനി ഇവിടെ ഉറക്കമോ പരിപാടിയോ ഒന്നും നടക്കത്തില്ല. ആലൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് കിടക്കുമ്പോൾ പപ്പയുടെ കൂടെ കിടക്കണമെന്നും പറഞ്ഞ് തോളിലും മുതുകത്തും ഒക്കെ ആയിട്ട് അടുത്ത ബഹളം തുടങ്ങും. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഹാഫ് സാരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ ഓണം സെലിബ്രേഷൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഞാനത് കാണിക്കാം. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ പെരുന്നാളിൽ ഞാൻ എടുത്ത ഹാഫ് സാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കഴിഞ്ഞ പെരുന്നാളിൽ ഞങ്ങൾ പച്ച സാരിയായിരുന്നു ഒരുമിച്ചെടുത്തത്, അതല്ല.
അപ്പം നമുക്ക് എന്തായാലും വഴിയെ അടുത്ത വീഡിയോസിലൊക്കെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ബൈ.